ഇപ്പൊ രാത്രി 11 മണിയായിട്ടാ. ഈ 11 മണിക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണേ. കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. കാരണം എന്താണ് കാരണം? കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ വീട് എന്താ പറയാ വല്ലാത്തൊരു ശോകമായിരുന്നു. അല്ല, എന്താ കാരണം അത് പറയും. കാരണം ഞങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയായിരുന്നു. ഭയങ്കരമായിട്ട് വർഷത്തെ അധ്വാനം ഒരൊറ്റ നിമിഷം കൊണ്ട് പോവാന്ന് വെച്ചാൽ 1-2 ദിവസം നമ്മുടെ അക്കൗണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, പോസ്റ്റിൽ ഇടാൻ പറ്റുന്നുണ്ടായില്ല, എന്തിന് അക്കൗണ്ട് ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ടായില്ല. ഇപ്പോഴും അക്കൗണ്ട് ഓപ്പൺ ആക്കാനല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ അപ്പോൾ ഇന്ന് നമ്മളൊരു എക്സ്പേർട്ടിനെ വിളിച്ച് കാര്യം സംസാരിച്ച് ആളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആളുടെ അക്കൗണ്ടിലോട്ട് ആ പേജ് മാറ്റി തന്നു. അതോടെ നമുക്കിപ്പോൾ വീഡിയോ ഇടാം, പോസ്റ്റ് ഇടാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. എൻ്റെ അക്കൗണ്ട് ഓപ്പൺ അല്ല, അപ്പോഴും അക്കൗണ്ട് അത് സ്റ്റെക്കായി പോയിക്കാണ്. അതൊരു എന്താ പറയുക, നിർഭാഗ്യം എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അറിഞ്ഞാണ്. കാരണം ഞങ്ങൾ അത് റിപ്പോർട്ട് അടിച്ചിട്ട് അത് നമുക്ക് ഓപ്പൺ ആവാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോഴാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞാനത് OTPക്ക് വേണ്ടി വീണ്ടും കൊടുത്തു. അത് നമുക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ ഓപ്പൺ ആവില്ല ഈ സമയത്ത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പല വട്ടം ആയിക്കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്ക് വിചാരിച്ചു ഇതെന്തോ ആരോ ഈ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഈ ഒരു അക്കൗണ്ട് മറ്റൊരു ഡിവൈസിൽ ഓപ്പൺ ആക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചിട്ട് അതങ്ങോട്ട് ലോക്കാക്കി കളഞ്ഞു. ആ പ്രൊഫൈൽ ലോക്ക് ചെയ്തു. പിന്നെ അതുകൊണ്ട് ഓപ്പൺ ആവാണ്ടായിപ്പോയി. ആകെ ബുദ്ധിമുട്ടായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഒരവസ്ഥ വന്നു. കുറച്ചൊരു മുമ്പ് ഇത് റെഡി ആയത്, ഒരു 9:30 ആയപ്പോ റെഡി ആയത്. അതും 2 മണിക്കൂർ എടുത്തിട്ട് ഇങ്ങനെ. ഇത് ആ ഒരു എക്സ്പേർട്ട് നമ്മുടെ അടുത്ത് 2 മണിക്കൂർ ലൈവിൽ നിന്ന് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തന്ന് അവസാനം ആള് നമ്മുടെ ആ ഒരു പേജ് മാത്രം ശരിക്കും ഇങ്ങനെ ഒരു പൂ പറിക്കുന്ന പോലെ പറിച്ചെടുത്ത് വേറെ എടുത്ത് വെക്കാന്ന് പറയില്ലേ, അതുപോലെ എൻ്റെ അക്കൗണ്ടിലുള്ള എൻ്റെ പ്രൊഫൈലിലുള്ള ആ പേജ് ആളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്ത് തന്നു. ഗ്രേറ്റ്. അതൊക്കെ ഒരു കഴിവ് തന്നെ കേട്ടോ. കാരണം 3 വർഷത്തെ അധ്വാനമാണ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇല്ലാണ്ടാവണത്. ആൾക്ക് നമ്മളൊരു പേയ്മെന്റ് കൊടുക്കണം. കാരണം ആളുടെ ജോലി അതാണ്. ആളുടെ ജോലിയൊക്കെ ഭയങ്കര സംഭവം. അപ്പോൾ അത് അയ്യോ, കാരണം ഞങ്ങളിങ്ങനെ ഇത് കിട്ടുമോ ഇല്ല, ഇത് ഭയങ്കര ടെൻഷനാണ്. അതെ, ആളുണ്ട് പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. ലോക്കായി വന്നോണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് അതായത് ആദ്യം അത് ഫേസ്ബുക്കിൽ ലോക്കായി, പിന്നെ Gmail ലോക്കായി. എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഐഫോണിൽ അത് Gmail അത് ഓപ്പൺ ആയി കിട്ടിയത്. അങ്ങനെ അത് അവിടെ വെച്ച് തുടങ്ങി 2 മണിക്കൂർ എടുത്തിട്ടാണ് ആ ഒരു പേജ്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തതാണ്. ചിലരാണെങ്കിൽ മടുത്തു പോയായിരുന്നു. അല്ല, ഇതിപ്പോ ഞങ്ങള് മടുത്തു. നമുക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. ദൈവം അത് കിട്ടൂല. പക്ഷെ ആള് പറഞ്ഞു ഈ കളയരുത്. ഇത് ആ പേജ് ക്ലോസ് ചെയ്യരുതെന്ന് പറഞ്ഞ് അവസാനം പുള്ളി അത് ആക്സസ് ചെയ്ത് എടുത്ത് തന്നു. അടിപൊളി സംഭവം. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തങ്ങളിൽ ഒന്നാണ് കേട്ടത്. ഒരിക്കലും മറക്കാൻ പറ്റൂല ഇങ്ങനെ ഒരു സംഭവം. കാരണം അതെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഞങ്ങൾ ഒന്നും ഇല്ലാതായി പോയൊരവസ്ഥയാണ്. ആ അക്കൗണ്ട് ഓപ്പൺ ആവുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ? അതെ ഓഫ് കോഴ്സ്. അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം നമ്മുടെ ചാനലിലൂടെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്ത്. രാത്രി ഇത്രയും ദിവസം ഞങ്ങള് ഒന്നും എടുക്കണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പൊ ഈ രാത്രി ചായ കുടിച്ചോണ്ടിരിക്കാണ്. ഞാൻ കാണിച്ചത് ചായ കാരണം വെച്ചാൽ ഫുഡൊന്നും ഇറങ്ങൂല. കാരണം എപ്പോഴും ഫോൺ തന്നെ കയ്യിലായിരുന്നു. കാരണം ഈ യൂട്യൂബ് ചെക്ക് ചെയ്യണ എങ്ങനെയായാലും ഞങ്ങൾ കൊറേ ചെയ്ത് നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ചെക്ക് ചെയ്ത് നോക്കി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ നടക്കൂലെന്ന് മനസ്സിലായെന്നല്ല, നടക്കൂല. അത് തന്നെ. പിന്നെ ഞങ്ങൾക്ക് ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായത്, ഒരു പേജിന് 2 പ്രൊഫൈൽ വെക്കണത് എപ്പോഴും ബെസ്റ്റ് ആയിരിക്കും. അതായത് 2 അഡ്മിനൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ 2 ആക്സസ് വെക്കുകയാണ്.
ഒരു ആക്സസ് നമുക്ക് എന്തെങ്കിലും സംഭവം സംഭവിച്ചാലും ആ മറ്റേ ആക്സസിലൂടെ നമുക്ക് ആ പേജിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ പിന്നെ അതായത് ആ ഒരു പേജ് ആയിരിക്കുമല്ലോ നമ്മുടെ വരുമാനം, ആ ഒരു വരുമാനം നിന്നു പോവില്ല. ആ ഒരു കാര്യം പഠിച്ചു. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ മിക്കവാറും എൻ്റെ ആ ഒരു അക്കൗണ്ട് വീണ്ടും ഓപ്പണായി വരും. കാരണം സാധാരണ 48 hours ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോക്ക് ഓപ്പൺ ആവാനുള്ള സമയം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അതിലൊന്നും കാണിച്ചില്ല, ഒരു പോസ്റ്റ് ഇട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഞങ്ങൾ ആ പോയ ദിവസം ഒന്നും ഇടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ ചെന്നതിന് ഫോട്ടോ ഇട്ട് പിന്നെ ഫോൺ തുറന്നിട്ടില്ല. പിന്നെ ആകെ തുറന്ന് ഈ ഐഫോൺ മാത്രമേ ഉള്ളൂ. അതെന്താ സംഭവിച്ചെന്നുള്ളത് ആരോ റിപ്പോർട്ട് അടിച്ചാണ്. അപ്പോഴാണ് ഇങ്ങനെ സംഭവം. അത് ആ പേജ് ഒന്ന് ക്രാക്ക് ആവണ പോലെ ആയി. പിന്നെ അങ്ങോട്ട് എല്ലാം രക്ഷയിലുണ്ടായി. അപ്പൊ എല്ലാവരും ഇനി ഞങ്ങളെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.